Dear students, welcome to QA Focus. ഇന്ന് നമുക്ക് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് സൈൻ ഫങ്ഷൻ ഓഫ് ടൈം അല്ലെങ്കിൽ ടൈമിൻ്റെ സൈൻ ഫങ്ഷൻ അനുസരിച്ച് വേരി ചെയ്യുന്ന കറണ്ടിനെയാണ് അല്ലെങ്കിൽ വോൾട്ടേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എ സി വോൾട്ടേജ് അല്ലെങ്കിൽ എ സി കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇവിടെ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്, വോൾട്ടേജ് ഓർ കറണ്ട്, ദെൻ എക്സ് ആക്സിസ് ഒമേഗ ടി. ഒമേഗ is the angular velocity and t is the time. It is varies as the sine function of time. ഇവിടെ ഓരോ ഇൻസ്റ്റൻറ്റിലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഐ വാല്യൂ അല്ല ഇവിടെ എത്തുമ്പോൾ, ഇവിടുത്തെ അല്ല ഇവിടെ എത്തുമ്പോൾ. സെയിം വേ വോൾട്ടേജും, അതായത് വോൾട്ടേജും കറണ്ടും രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒപ്പം അതിൻ്റെ ഡയറക്ഷനും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്, ദെൻ നെഗറ്റീവ് ടു പോസിറ്റീവ്, ബട്ട് പീരിയോഡിക്കലി. ഒരു കറക്റ്റ് ടൈം ഇൻ്റർവെല്ലിലാണ് കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള കറണ്ടിനെയാണ് അല്ലെങ്കിൽ വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ സി വോൾട്ടേജ് അല്ലെങ്കിൽ എ സി കറണ്ട് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ദി എ സി വോൾട്ടേജ് ഇസ് വേരീസ് ആസ് സൈൻ ഫങ്ഷൻ ഓഫ് ടൈം. ദറ്റ് ഈസ് വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. സെയിം വേ എ സി കറണ്ട് ഇസ് ദി കറണ്ട് ഡ്രിവൺ ബൈ എ സി വോൾട്ടേജ്. എ സി വോൾട്ടേജ് കാരണം ഒരു സർക്യൂട്ടിൽ വരുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ സി കറണ്ട്. ദറ്റ് ഈസ് ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. പിന്നെ ഈ രണ്ട് ഇക്വേഷനിലും ഐ എം ആൻഡ് വി എം, ഐ എമ്മും വി എമ്മും ആ സർക്യൂട്ടിനകത്തെ മാക്സിമം വോൾട്ടേജിനെ അല്ലെങ്കിൽ മാക്സിമം കറണ്ടിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വി എന്ന് പറയുന്നത് ഓരോ ഇൻസ്റ്റൻറ്റിലെയും വോൾട്ടേജാണ്, അത് സൈൻ ഫങ്ഷൻ ഓഫ് ഒമേഗ ടി ആയിരിക്കും. അതുപോലെ കറണ്ട് എന്ന് പറയുന്നത് ഓരോ ഇൻസ്റ്റൻറ്റിലെയും കറണ്ട് ഐ ആണ്. ദറ്റ് ഈസ് ഐ എം ഇസ് ദ മാക്സിമം കറണ്ട് ആൻഡ് ഇറ്റ് ഈസ് ദി ഫങ്ഷൻ ഓഫ് സൈൻ, ദറ്റ് ഈസ് സൈൻ ഫങ്ഷൻ ഓഫ് ടൈം ഒമേഗ ടി ആയിരിക്കും. ഹിയർ ദി ഐ എം ആൻഡ് വി എം ആർ കോൾഡ് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ഓർ വോൾട്ടേജ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് എന്നായിരിക്കും. വി നോ കറണ്ട് ഈസ് ഈക്വൽ ടു വി എം ബൈ ആർ, അല്ലെങ്കിൽ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. ഹിയർ ഇറ്റ് ഈസ് ദ മാക്സിമം വോൾട്ടേജ് ബൈ resistance. Next, the RMS value of current or RMS value of voltage. ഈ ടേമിനകത്ത് തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് RMS. that is R stands for root square value, M for mean value and S is the square value. അതായത് എ സി വോൾട്ടേജിൻ്റെ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഓരോ ഇൻസ്റ്റൻറ്റിലെയും വാല്യൂവിൻ്റെ സ്ക്വയർ വാല്യൂ എടുത്തു, മീൻ എടുത്തു, അതിൻ്റെ റൂട്ട് വാല്യൂ എടുത്താൽ നമുക്ക് എന്ത് കിട്ടുന്നോ അതായിരിക്കും ആ സർക്യൂട്ടിലെ ആർ എം എസ് വാല്യൂ ഓഫ് കറണ്ട് അല്ലെങ്കിൽ ആർ എം എസ് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ മീൻ ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ഓഫ് കറണ്ട് അല്ലെങ്കിൽ EMF over one complete cycle of AC is called RMS value of current or voltage. ഇനി ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഏതാ? ദറ്റ് ഈസ് IRMS ഈക്വൽ ടു മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ഡിവൈഡഡ് ബൈ √2 ഈക്വൽ ടു 0.707 IM, or it is the maximum voltage by √2 0.707 VM. നമ്മളൊരു സർക്യൂട്ടിൽ നോർമലി ഏതെങ്കിലും ഒരു ഇലക്ട്രിക് ഡിവൈസ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പം ആക്ച്വലി നമ്മളവിടെ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആർ എം എസ് വാല്യൂ ഓഫ് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമ്മീറ്റർ വെച്ചിട്ട് കറണ്ട് മെഷർ ചെയ്യുന്നു, അല്ലെങ്കിൽ വോൾട്ട്മീറ്റർ വെച്ചിട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്നു. ഈ രണ്ട് സമയത്ത് നമ്മളവിടെ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആർ എം എസ് വാല്യൂ ഓഫ് കറണ്ട് അല്ലെങ്കിൽ ആർ എം എസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് കറണ്ട് ആൻഡ് വോൾട്ടേജ് ഇൻ എ സി സർക്യൂട്ട്. ഒരു എ സി സർക്യൂട്ടിൽ വരുന്ന കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ മെയിനായിട്ട് 3 കാറ്റഗറിയിലാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി, then second one circuit containing inductor only,
ആൻഡ് ദ തേർഡ് വൺ സർക്യൂട്ട് വിത്ത് കപ്പാസിറ്റർ ഓൺലി. നമുക്ക് ഓരോന്നായിട്ട് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഒരു റെസിസ്റ്റർ സർക്യൂട്ടാണ്. ഒരു റെസിസ്റ്റർ ഒരു എ സി വോൾട്ടേജിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്ലൈഡ് വോൾട്ടേജ് വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആണ്. വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആണ്. നമുക്കറിയാം ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഐ ഇൻറ്റു ആർ ആണ്. ഇനി കിർച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജും ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജും സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് ഐ ആർ ഈക്വൽ ടു വി എം സൈൻ omega t or I equal to Vm by R into sin omega t. Okay, Vm by R we know Im or maximum current. Im sin omega t. That is current in the resistive circuit or resistor only circuit is I equal to Im sin omega t. Next one, inductor. The circuit across ആയിട്ട് നമ്മളൊരു ഇൻഡക്ടറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്ലൈഡ് വോൾട്ടേജ് ഇവിടെയും ആര് തന്നെയാണ്? വി എം സൈൻ ഒമേഗ ടി. വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഇനി ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. എൽ ആരായിരുന്നു? ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ആണ്. ഡി ഐ ബൈ ഡി ടി എന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദി സർക്യൂട്ടാണ്. ബൈ അപ്ലൈയിങ് കിർച്ചോഫ്സ് റൂൾ di by dt equal to Vm sin omega t. Okay, or di by dt equal Vm by L sin omega t. ഇതെന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ആണ്, അല്ലെങ്കിൽ ചെറിയ വാല്യൂ ഓഫ് കറണ്ട് ആണ്. നമുക്ക് ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് കിട്ടാനായിട്ട് ഈ ക്വാണ്ടിറ്റി എന്ത് ചെയ്യാം? ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഡി ഐ ബൈ ഡി ടി ഈക്വൽ ടു വി എം ബൈ എൽ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എന്ത് വരും? സൈൻ ഒമേഗ ടി ഇൻറ്റു ഡി ടി. ഓക്കെ, ഇവിടെ നമ്മൾ കറണ്ടിനെ നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്കിവിടെ കിട്ടുന്നത് ടോട്ടൽ വാല്യൂ ഓഫ് കറണ്ട് ഇൻ ദി സർക്യൂട്ട് ആയിരിക്കും. ദാറ്റ് ഈസ് ഐ ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വി എം ബൈ എൽ കോൺസ്റ്റൻറ്റ്, ദെൻ ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. ഇവിടെ എല്ലും ഒമേഗയും എൽ ഒമേഗ. എൽ ഒമേഗ ഈസ് ഈക്വൽ ടു എക്സ് എൽ. എക്സ് എൽ എന്താ? എക്സ് എൽ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി? എക്സ് എൽ എന്ന് പറയുന്നത് ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റിയാക്റ്റൻസ് ആണ്. അതായത് ഇൻഡക്ടർ ആ സർക്യൂട്ടിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? എക്സ് എൽ, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്ടർ ഈ സർക്യൂട്ടിൽ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് എക്സ് എൽ എന്ന് പറയുന്നത്. ഇനി മൈനസ് കോസ് ഒമേഗ ടി. മൈനസ് കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു ആണ്. ഇറ്റ് ഈസ് സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. ദെൻ ഐ ഈക്വൽ ടു അല്ലേ? ഐ ഈക്വൽ ടു വി ബൈ എൽ ഒമേഗ. Then remaining terms sin omega t minus pi by 2. L omega is xl, that is v by xl sin omega t minus pi by 2. v by xl അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ആയിരുന്നു, വി എം ബൈ എക്സ് എൽ ആണ്. ദാറ്റ് ഈസ് ഐ എം മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. സ്റ്റെപ്പ് നോക്കണം. വി എം ബൈ എൽ, എൽ ഇൻറ്റു ഒമേഗ, എൽ ഒമേഗ എക്സ് എൽ എന്ന് എഴുതി. ദെൻ ഈ മൈനസ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു ആണ്. ദാറ്റ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. അതായത് ഇവിടെ ഇൻഡക്ടറിനകത്ത് വോൾട്ടേജ് വി എം സൈൻ ഒമേഗ ടി ആൻഡ് ദ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. അതായത് വോൾട്ടേജിനെക്കാട്ടിലും കറണ്ട് പൈ ബൈ ടു പുറകിലായിരിക്കും, ലാഗ് ചെയ്യുമായിരിക്കും സർക്യൂട്ടിൽ കറണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ട്. കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ടിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും സെയിം വേ ഹിയർ ദ അപ്ലൈഡ് വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. We know the voltage across the
capacitor is Q by C. Applying Kirchhoff's law, the voltage across the capacitor is equal to applied voltage. Vm sin omega t, Q equal to CVm sin omega t. Okay. We know current is equal to rate of change of charge, that is dq by dt. CVm d by dt of what? Sin omega t. Sin omega t. dq by dt is current I. CVm d by dt of sin omega t is cos omega t into omega. ഇവിടെ സിയും ഒമേഗയും കൂടെ ഒന്നിച്ചെടുത്തിട്ട് വി എം ബൈ 1 ബൈ സി ഒമേഗ എന്ന് എഴുതാം. കാര്യം എന്താ, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേക്ക് സി ഒമേഗ മുകളിൽ തന്നെ വന്നോളും. ഇൻറ്റു കോസ് ഒമേഗ ടി. ഓക്കെ. ഹിയർ ഓൾസോ 1 by c omega equal to xc, that is the reactance offered by the capacitor. Capacitor കൊടുക്കുന്ന റിയാക്റ്റൻസിന് ഈക്വൽ ആണ്. ഓൾസോ cos omega t is equal to sin omega t plus pi by 2. ഇത് രണ്ടും കൂടെ ഇക്വേഷനിലേക്ക് ഇടുമ്പോഴത്തേക്കും i equal to I m sin omega t plus pi by 2. ഈ ഐ എം ആരാണ്? ഇറ്റ് ഈസ് വി എം ബൈ എക്സ് സി. വി എം ബൈ എക്സ് സി. അതായത് കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ടിൽ വോൾട്ടേജ് വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആൻഡ് ദ കറണ്ട് ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. അതായത് കപ്പാസിറ്റർ സർക്യൂട്ടിൽ കറണ്ട് വോൾട്ടേജിനെക്കാട്ടിലും എപ്പോഴും പൈ ബൈ 2 ലീഡ് ചെയ്യും. ലീഡ് ചെയ്യും മീൻസ് എപ്പോഴും കറണ്ട് മുമ്പോട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കതിൽ കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്താലോ. വി ആൻഡ് ഐ ഇൻ റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടിലാണെങ്കിൽ രണ്ടും സെയിം ഫേസിലായിരിക്കും. കാര്യം എന്താ, ഒന്ന് വി എം സൈൻ ഒമേഗ ടി, മറ്റേത് ഐ എം സൈൻ ഒമേഗ ടി. രണ്ടും സെയിം ഫംഗ്ഷനാണ്. രണ്ടും സെയിം സൈൻ ഫംഗ്ഷൻ വേരി ചെയ്യുന്നത് ഒരേപോലെയാണ്. ഇവിടെ ഇൻഡക്ടീവ് സർക്യൂട്ടിലാണെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യും, ബിക്കോസ് ഇറ്റ് ഈസ് സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്. അങ്ങനെയാണ് നമുക്ക് തിരിച്ചു പറയാമല്ലോ. വോൾട്ടേജ് എന്ത് ചെയ്യും? പൈ ബൈ 2 ലീഡ് ചെയ്യും. സെയിം വേ കപ്പാസിറ്ററിൻ്റെ കേസിൽ കറണ്ട് ലീഡ് ചെയ്യാണ്, ദാറ്റ് ഈസ് ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആണ്. ഓർ വോൾട്ടേജ് ലാഗ് ബൈ പൈ ബൈ 2 എന്ന് പറയാം. കറണ്ട് ലീഡ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും, കറണ്ട് വോൾട്ടേജിനെക്കാട്ടിൽ ലീഡ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും വോൾട്ടേജ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ലാഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കത്തില്ലല്ലോ അല്ലേ? ഓക്കെ.